ഹരിഹരൻ സാറാണ് നമുക്കിപ്പോൾ. നമസ്കാരം. നമസ്കാരം. സാർ 50 വർഷമായിട്ടുള്ള സംഗീത സപര്യ, ഒരുപാട് ഭാഷകൾ, ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, സിംഹള, ഭോജ്പുരി, ഒഡിയ, മറാത്തി, അങ്ങനെ സർവത്ര ഭാഷകളിലും സാറ് പാടിയിട്ടുണ്ട്. ഗസലിൻ്റെ വലിയൊരു ഏരിയ ഉണ്ട്. സാർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഈ ലൈഫിൽ, ഒരു സംഗീത ജീവിതത്തിൽ? വെരി ക്വൈറ്റ് സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ സ്വതന്ത്ര സംഗീതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊളോണിയൽ കസിൻസ് അത് വലിയൊരു മുന്നേറ്റമാണ്. ആശയ ഭോസ്ലെയുമായിട്ടാണ് ഫസ്റ്റിൽ ഗസൽ പാടാനുള്ള അവസരം കിട്ടുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാനി ഗായകരുമായിട്ട് ചേർന്നിട്ട് കൊളാബ് ചെയ്യാൻ തീരുമാനിക്കുന്നു, സ്ട്രിങ്സ്, ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഐ കൊളാബറേറ്റഡ് വിത്ത് പാകിസ്ഥാനി കമ്പോസേഴ്സ്. ലാഹോർ കെ റംഗ് ഹരി കെ സംഗ് ആൽബം ഇറക്കി ഇവിടെ ചെയ്തു ഇവിടെ. സോ ഡിഫറെൻറ്റ് ജോണേഴ്സിലെ ഫിലിം മ്യൂസിക്, ഗസൽ മ്യൂസിക്, ഠുംരി, ഫ്യൂഷൻ, colonial cousins. So all kinds of music ചെയ്തിട്ടുണ്ട്. I mean, I've been trying to do it. Yes. ഈ പാകിസ്ഥാനുമായിട്ട് കൊളാബ് ചെയ്യുന്ന സമയത്ത് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഡെഫിനറ്റ്ലി. ഞാൻ അവിടെ ലാഹോർക്ക് പോയി. ഐ സ്റ്റേഡ് ദെയർ ഫോർ 2 months. അവിടെ റിഹേഴ്സ് ചെയ്തിട്ട് എല്ലാവരും പരിചയപ്പെട്ടു. ബിക്കം ഫ്രണ്ട്സ്. 4 composers basically. And ഇസ്സത്ത് മജീദ് ചൊല്ലിട്ട് പ്രൊഡ്യൂസറാണ് അവിടെ. ഹി ഈസ് എ ബാങ്കർ basically. So he produced the album. It was a very, very beautiful experience. ആൾക്കാർ നമ്മൾ പോലെ വെരി വെരി നൈസ് പീപ്പിൾ, വെരി ഫ്രണ്ട്ലി പീപ്പിൾ. ആൻഡ് അവിടെ മ്യൂസിഷ്യൻസ് ദേ ഗിവ് സോ മച്ച് ലവ് ടു മീ ആൻഡ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഈ ഉറുദുവിൻ്റെ കവിത്വത്തെക്കുറിച്ച്, ഇല്ലെങ്കിൽ ഉറുദു ഒരു മ്യൂസിക്കലായിട്ടുള്ള ഭാഷയാണെന്ന് സാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറുദു ആണോ ഒരു പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിന് കൂടുതൽ സഹായിച്ചത്? എന്തുകൊണ്ടാണ്? ഏതൊക്കെ ഭാഷയാണ് സാർ? അല്ല, മ്യൂസിക്കാണ്, മ്യൂസിക്കാണ്, ബേസിക് മ്യൂസിക്കാണ്. പിന്നെ അവിടെ ഉറുദുവിൽ സംസാരിക്കും ആൻഡ് പഞ്ചാബിയിൽ സംസാരിക്കും പാകിസ്ഥാനിൽ. സോ അത് രണ്ടും ഉണ്ട്. ബിക്കോസ് അവിടെ പഞ്ചാബീസ് ജാസ്തിയുണ്ട് ഉണ്ട്, എസ്പെഷ്യലി ലാഹോറിൽ ആൻഡ് ഇസ്ലാമാബാദിൽ. സോ ബോത്ത് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ബോലോ ബോലോ എന്ന് പറഞ്ഞിട്ട് പഞ്ചാബ് നമ്മുടെ ഡെയ്ലർ മെഹന്തിയുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ഡെയ്ലർ മെഹന്തി ഒരു കാലഘട്ടത്തിൽ പഞ്ചാബ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഡെയ്ലർ മെഹന്തി ആയിരുന്നു. I mean, it was highest sales was in Kerala. ഡെയ്ലർ മെഹന്തിയോട് അല്ലേ? തുനക് 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 thing. Because I remember Sashi Gopal of Magna Sound, he was telling me, Hari, you know, which is the highest sales, the state in which Diler Mehdi sells? I said, Kerala. സാർ ഓർമ്മയുണ്ടോ ബോല് കൊളാബിനെ കുറിച്ച് പറയുമ്പോൾ ശിവമണിയായിട്ടുള്ള കൊളാബ് ഇപ്പോൾ കൊളോണിയൽ കസിൻസ് പോലെ തന്നെയാണ് ശിവമണിയായിട്ടുള്ള. ശിവമണി he played in my, actually designed my rhythm in കാഷ് ചൊല്ലിട്ട് ഒരു ആൽബം. അതിലെ എല്ലാ പാട്ടിലെയും ശിവമണി he set the rhythm to it, the groove to it basically. So amazing. Shivmani is the one only in Shivmani. സാറിൻ്റെ ഫാനായിട്ട് എ റഹ്മാൻ വരുന്നത് സാറിൻ്റെ ഒരു ഗസലിലുള്ളൊരു പ്രാവീണ്യവും സിംഗിങ്ങും കണ്ടിട്ടാണ് ഒരു ആരാധകനായി മാറുന്നത്. കറക്റ്റ്. സാർ അതിനു മുമ്പ് ഫിലിം മ്യൂസിക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. 77 തുടങ്ങി ഫിലിം മ്യൂസിക് ആൻഡ് ഇറ്റ് കണ്ടിന്യൂഡ്. പിന്നെ 80 എവറി ഇയർ ഐ കെയിം ഔട്ട് വിത്ത് എ ഗസൽ ആൽബം. സോ 74 സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് 77 എനിക്ക് ഐ ഗോട്ട് എ ബ്രേക്ക്. ദെൻ ഫ്രം 80 മൈ ഗസൽ കണ്ടിന്യൂഡ് ആൻഡ് മൈ ഫിലിം ഓൾസോ കണ്ടിന്യൂഡ്. പാരലൽ കരിയേഴ്സ് ഐ വുഡ് സേ. പക്ഷേ 92 എത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഒരു കൊമേഴ്സ്യലൈസേഷൻ പാർട്ട് വരുന്നത്. 80s എൻ്റെ ഗസൽസ് പ്രാബല്യമായി. റിഫ്ലക്ഷൻസ്, ഹൊറൈസൺ, അതെല്ലാം പ്രാബല്യമായി. അത് കേട്ടിട്ട് റഹ്മാൻ സാർ came in touch. അതുകൊണ്ട് പിന്നെ I did an iconic film called Lamhe. And adukku munbu my first song was very popular, which I sang for Jaydev ji. Ajeeb Saniha Mujh par guzar gaya yaro. Pinne 90 Hazir became very popular. World over it became popular. 92 came Roja. Then 92, 93 Uire came. Then it started my career in Tamil also. I never thought I'm going to sing in Tamil. Because I was busy doing my ghazal shows and all that. Tamil was a real surprise for me also
when people wanted me to sing in Tamil. So I started singing there, and what I would say is I became very, very busy in the South and in Bollywood also. And 96 la Colonial Ghazal vanu. So all the three genres which I was working became popular. Because the voice became popular. ആ Anya. It became more popular in ghazals, then films, then everything combined. So 90 was a big period for me. ഉയരെ ഇറങ്ങുന്ന സമയത്ത് കാതൽ ഇരുന്താൽ ഇന്തൻ പെണ്ണോട് കലந்து വിട്, കാലം തടഞ്ഞാൽ En മണ്ണോട് മണ്ണോട് കലந்து വിട് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളൊക്കെ പ്രണയത്തിൻ്റെ ആ പ്രണയവും വിരഹവും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് അനുഭവിച്ച പാട്ടാ, ശരിക്കും ജീവിച്ച പാട്ടാ. കാതൽ இருந்தால் எந்தன் கண்ணோடு கலந்து விடு, காலம் தடுத்தால் என்னை மண்ணோடு கலந்து விடு, உயிரே உயிரே வந்து என்னோடு கலந்து விடு, நினைவே நினைவே எந்த நெஞ்சோடு கலந்து விடு. ഓഫ് അതേ പീരീഡിൽ തന്നെ ഈ ഹായ്രമ രംഗീല ഇറങ്ങുന്നുണ്ട്. അതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ടെമ്പോ ആണ് ആ പാട്ടിന്. ഈ അത് റഹ്മാന്റെ മ്യൂസിക് ഇങ്ങനെ ടൺ 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 ടൺ, അതൊരു ടെൻഷൻ ഉണ്ട് അതെ. അത് പാട്ടില്. And it's a beautiful concept which the director രാം ഗോപാൽ Ram Gopal Verma, ഒരു concept he explained to us. There was an animal instinct in that love. അതുപോലെ അതിന്റെ ആ ടെമ്പോ ഓർക്കുന്നുണ്ട് സാറേ, രണ്ടുപേരും. जाओ हमको तो आती शर्म है रामा ये क्या हुआ, क्यों ऐसे हमें सताने लगे, तुम इतनी प्यारी हो सामने, हम काबू में कैसे रहें. ഓഫ് എവർഗ്രീൻ ആണ് ആ പാട്ട്. മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടിയിട്ട് സാറിനെ ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ വിദ്യാസാഗർ സാറുമായിട്ടുള്ള കൂട്ട് തുടങ്ങിയപ്പോൾ ഓതിൽ രൂപ കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഹരിഹരൻ എത്രത്തോളം മലയാള സിനിമയിൽ പാടണം എന്നുള്ളത്. റൈറ്റ്. സാറ് സാഹിബ പാടുന്നത് എത്ര ആവർത്തിച്ച് കേട്ടാലും മതിയാവില്ല. ആ സാഹിബയുടെ ഞാനും വിദ്യ മൈസെൽഫ് വി തോട്ട് ഒരു നല്ലൊരു വെറൈറ്റി കൊടുക്കാം അതിൽ. സോ വി വർക്ക്ഡ് ഓൺ ദാറ്റ് ബേസിക്കലി. സാഹിബാ 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 ഇതുപടി പോകും. സാഹിബാ ഒരുപക്ഷെ ഒരു ഗസലിന്റെ സ്വാധീനം കൊണ്ടായിരിക്കാം അത്രയും നന്നായിട്ട് പരുവപ്പെട്ടു വന്നത്. അത് ഇതെല്ലാം ഗസലിഷാണ്. ഗസൽ മീനിങ്സ് ടോക്കിംഗ് നോ. സോ സാഹിബ ഇസ് യു ടോക്കിംഗ്. സാഹിബ 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 സാഹിബ. So you can go on singing like that. ഇപ്പോൾ ഭാഷയുടെ ആദ്യം ഉണ്ടായത് പദ്യമാണെന്നും പറയുന്നുണ്ട് ഭാഷ സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ ഒരുപക്ഷെ ഈ ഉറുദു ലാംഗ്വേജിൻ്റെയും ഗസലിൻ്റെയും ഒരു പറച്ചിൽ പാട്ട് ഇതിനിടയ്ക്കുള്ള വ്യത്യാസങ്ങൾ ചില സമയം ഇല്ലാതെ പോകില്ലേ? അതിൻ്റെ ഡിഫറൻസ് എന്താണ് സാറേ പറച്ചിലിനും പാട്ടിലിനും ഇടയ്ക്ക്? What is music? Music is talking in sur. Conversation in sur. You're telling a story, you're telling a news, or you're telling your wish, or you're telling your love. Idana, it is conversation. Music is conversation. So adu musicum swaramum wordum shabdamum swaramum, it gets married. That is music basically. The marriage of swara and shabda. That can happen in any language. It is not necessarily Urdu. എല്ലാ ഭാഷകളിലും അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടല്ലേ.
ഇംഗ്ലീഷിലെയും ഉണ്ട്, ആംഗ്ലത്തിലെയും ഉണ്ട്, മറാഠിയിലെയും ഉണ്ട്, തമിഴിലെയും ഉണ്ട്. ഇനി യൂസിങ് ദ ലാംഗ്വേജ് മലയാളത്തിലുണ്ട്. അതെ. ചിലപ്പോൾ ഒരുപാട് കൊളാബുകൾ ചെയ്യുന്നതിലൂടെ സാറിൻ്റെ മനസ്സിനകത്ത് മ്യൂസിക്കിനെ കുറിച്ചുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ മ്യൂസിക്, നമ്മൾ പഠിച്ച മ്യൂസിക്, പുറത്തുനിന്ന് വന്നിട്ടുള്ള വെസ്റ്റേൺ മ്യൂസിക് എല്ലാം മ്യൂസിക്കാണ്. അപ്പോൾ പുറത്തേക്ക് പോയിട്ടൊക്കെ ഓരോ കൊളാബ് ചെയ്യുമ്പോൾ സാറിൻ്റെ മനസ്സിൽ എന്തായിരുന്നു ശരിക്കും കോൺസെപ്റ്റ്? അവരുമായിട്ട് ചേരുമ്പോൾ കൂടുതൽ പഠിക്കലായിരുന്നോ, അതേ നമ്മളെ കൂടുതൽ നമ്മുടെ കൾച്ചറുകൂടെ അവർക്ക് മനസ്സിലാവണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണ് അതിനകത്ത്? When you're doing fusion, you're thinking of the result of the fusion. ഇപ്പോൾ 2 എലിമെൻറ്റ് ഉരുക്കിയിട്ട് 3rd എലിമെൻറ്റ് ചെയ്യുന്നില്ലേ? ഇറ്റ് ഈസ് നോട്ട് ദിസ്, ഇറ്റ് ഈസ് ദിസ്. മനസ്സിലായി. ഇറ്റ് ഈസ് 1, ഇറ്റ്സ് എ 3rd എലിമെൻറ്റ്. ദിസ് A + B ഇല്ല, ഇറ്റ് ഈസ് C. സോ നമുക്ക് when you're doing fusion ഒത്തുപോകണം രണ്ടും. ഇറ്റ് ഈസ് ടു ഇൻ്റർട്വൈൻ. There's 2 fingers, if you do this intertwined, you're seeing a 3rd finger, you're seeing one rupam. അതാണ് ഇമ്പോർട്ടൻറ്റ്. സാറ് എസ് എ രാജ്കുമാർ സാറിന് വേണ്ടിയിട്ട് റോസാപ്പൂ, അതായത് ആ കാലഘട്ടത്തിൽ റോസാപ്പൂ സിന്നെ റോസാപ്പൂ പാടാത്ത ആൾക്കാരില്ല. അയ്യോ എമ്മം, ഇറ്റ് ഈസ് സോ ഈവൻ ടുഡേ ഇഫ് ഐ സിംഗ് ദാറ്റ് സോങ്, റോസാപ്പൂ ചിന്ന റോസാപ്പൂ உன் பேர சொல்லும் ரோசாப்பூ காட்டில் காடும் பனியாகும் என் பாட்டை கேட்டு குயிலாடும் ரோசாப்பூ சின்ன ரோசாப்பൂ. ഈ റഹ്മാൻ സാറിന് വേണ്ടിയിട്ട് മലർകളെ പാടുന്ന സമയത്ത് ഡിഫറെൻറ്റ് വോയിസ് ആണ്. പക്ഷേ ടെലിഫോൺ മണി പോൽ പാടിയപ്പോൾ സത്യത്തിൽ ടെലിഫോൺ മണിക്ക് വേറെ എന്തോ ഒരു വോയിസ് ഉപയോഗിച്ചതുപോലെ, എന്ന് വെച്ചാൽ ഒരു രസമുള്ളൊരു ടോണാണ് അത്. ഓരോ പാട്ടുകളിലും അത് ടോൺ കൊടുക്കുന്നത്, ടോൺ ചേഞ്ച് ആകും. ടെലിഫോൺ മണി പോൽ സിരിപ്പ പളിവല മെൽബൺ മലപ്പോൻ മെല്ലിയം ഡിജിറ്റലിൽ ശ്രദ്ധിക്കയ കുരല എലിസബത്ത് ടൈലർ മകള ജാക്കിർ ഹുസൈൻ തബല ഇവൾ താനാ സോന. மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, உருகியதே எனது உள்ளம். ഇതുപോലെ ഈ വാജി 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 എൻ ജീവൻ ശിവാജി, അതിലാ രജനീകാന്ത് ഫസ്റ്റിൽ വന്നിട്ട് അമ്പൽ അമ്പൽ പുന്നകയോ മൗവൽ മൗവൽ പൂമരി വാവനും പോതുമരി ദര ദര ദീ ദര ദീ ദര ദര ലര ദര ദരി ദര ദരി ലര ദര ദരി ദര ദര. വാജി വാജി വാജി. സോ അതിൽ ഡ്രാമ ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ സോങ് ഇസ് ബേസിക്കലി. സോ ദാറ്റ് വേ യു sing the song. പക്ഷേ അത് മലയാളത്തിൽ പറയാൻ മറന്നതിൽ വരുമ്പോൾ ഒരുപക്ഷെ ഹരിഹരൻ സാറിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ പറയാൻ മറന്നത് കേട്ടത് അങ്ങനെയല്ല. ഒരു ഗസലിൻ്റെ മൂഡുണ്ട്, പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഈ പഴയൊരു ധനുമാസ രാവിൻ മതസുഗന്ധമോ എന്നൊക്കെ പാടുന്ന സമയത്ത് അത് എത്ര നമ്മൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ് കൂടെ. അങ്ങനെ നമുക്കൊരിക്കലും അതിലേക്ക് എത്താൻ പറ്റില്ല. അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനം. സാർ ആ പോർഷൻ ഒന്ന് പഴയൊരു ധനുമാസ രാവിൻ മതസുഗന്ധമോ, പറയാൻ മറന്നതിലുള്ളതാണ്. മതസുഗന്ധമോ നിരുപമ പാദമേ തഴുകി ഹദാശമീ ജാലകങ്ങളിൽ എന്ന് പാടും. അവിടേക്ക് വരുമ്പോ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ ലെവൽസ് ആണ് സാറേ. അതിൽ ആ പറയാൻ മറന്നു എന്ന് പറയുമ്പോൾ ഈ പറയാൻ മറന്ന ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ, വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് അനുകരിക്കും. പറയാൻ കുഴപ്പമില്ല,
പറയാൻ, അതായത് നമുക്ക് മ്യൂസിക് അറിയില്ല, അപ്പോൾ ലേമാൻസ്. I know. But the other certain songs ഇല്ലേ அப்படி പാടണം, because so people can enjoy the art of singing. രമേഷ് ജിയോട് ഒരു വളരെ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ്. ഇറ്റ്സ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് കോമ്പോസിഷൻസ്. അത് എനിക്ക് ഫസ്റ്റ് അത് വൺ ഓഫ് മൈ വെരി ഗുഡ് സോങ്സ് ഇൻ മലയാളം. മലയാളത്തിൽ ശരിക്കും ഏറ്റവും നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനം കണ്ണും പൂട്ടി ഇത് സെലക്ട് ചെയ്യും. സാർ പറയാൻ മറന്നേയും കൂടെ ഒന്ന് പാടൂ. പറയാൻ മറന്ന് പരീഭവങ്ങൾ വിടരാർദ്രമാ നിമിഷമോർക്കെ പറയാൻ മറന്ന് പരിഭവങ്ങൾ 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 പറയാൻ മറന്ന് പരിഭവങ്ങൾ 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 പറയാൻ മറന്ന്